Today our topic is refrigerant leak detection. ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ട്, അതിൽ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ട് എങ്കിൽ ആ ലീക്ക് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുക. റെഫ്രിജറൻറ്റ് ലീക്കേജ് ആൻഡ് ഡിറ്റക്ഷൻ. The tendency of leakage of refrigerant is more pronounced on the high pressure side and leakage may be due to ഇപ്പം ഓൾറെഡി ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് മിക്കവാറും ആംബിയൻ പ്രഷറിനേക്കാളും കുറച്ചുകൂടെ കൂടിയ പ്രഷറിലായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് കറസ്പോണ്ടിങ് ആയിട്ട് റെഫ്രിജറൻറ്റ് പുറത്തേക്ക് ആംബിയൻറ്റിലേക്ക് പോകും. അപ്പം അങ്ങനെ റെഫ്രിജറൻറ്റിലൊരു ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതകൾ എവിടെയെങ്കിലും കൊറോഷൻ മൂലം പൈപ്പ് സെക്ഷൻസ്, റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്ന പൈപ്പ് സെക്ഷൻസിൽ എവിടെയെങ്കിലും ക്യാവിറ്റി വന്ന മൂലമാകാം, അതല്ല എങ്കിൽ എവിടെയെങ്കിലും ജോയിൻസുകളിൽ വെൽഡ് ചെയ്യുന്നതിൽ ഓപ്പണിംഗ് ഉണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒടുവോ വളവോ ബെൻഡോ ഒക്കെ വന്നത് മൂലം ഉണ്ടായ ഡിഫക്റ്റുകൾ മൂലം ഓപ്പണിങ്സ് വന്നതാകാം. എനിവേ, അപ്പം അത്തരത്തിലുള്ള ഏതെങ്കിലും കാരണത്താൽ ഒരു ഓപ്പണിങ് വന്നു കഴിഞ്ഞാൽ റെഫ്രിജറൻറ്റ് ലീക്കാകും. അപ്പം അങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ ബാധിക്കും, അതിൻ്റെ കപ്പാസിറ്റിയെ ബാധിക്കും, അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യണം, അതിനുശേഷം അത് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് മൈക്രോസ്കോപ്പിക് ഹോൾസ് ഫ്ലോസ് ഇൻ ദ മെറ്റീരിയൽ ആയിരിക്കാം, ജോയിൻസിലുള്ള ഓപ്പണിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സീലിംഗ് മെറ്റീരിയൽ വിച്ച് മൈറ്റ് ഹാവ് ഗോട്ട് റപ്ചർഡ് ആകാം. അപ്പോൾ എനിവേ കാരണങ്ങൾ പലതാകാം. അപ്പോൾ റെഫ്രിജറൻറ്റിൽ ലീക്കേജ് ആകാനുള്ള കാരണം ജസ്റ്റ് ഒരു ഓപ്പണിങ്, ഒരു ഡിഫക്റ്റ് ഉണ്ടാകാം, അതാകാം അതിന് കാരണം. അപ്പോൾ അങ്ങനെ ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ലീക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് റെഫ്രിജറൻ്റ് ആണ് എങ്കിൽ അത് അപകട സാധ്യത കൂട്ടും. ഇനി അതല്ല ടോക്സിക് ആണെങ്കിൽ അത് അപകട സാധ്യതയാണ്. ഇനി റെഫ്രിജറൻറ്റ് ലീക്കേജ് ആകുന്നത് മൂലം തന്നെ റെഫ്രിജറൻറ്റ് എമൗണ്ട് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ നഷ്ടമാകുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് COPനെ ബാധിക്കും. മാത്രമല്ല റെഫ്രിജറൻറ്റ് എമൗണ്ട് കുറയുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള കംപ്രസറിൻ്റെ പ്രവർത്തനം, കണ്ടൻസറിൻ്റെ പ്രവർത്തനം, ഇവാപ്പറേറ്ററിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. ഇനി റെഫ്രിജറൻറ്റ് എമൗണ്ട് കുറയുന്നതുകൊണ്ട് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വളരെ സൂപ്പർ ഹീറ്റഡ് വേപ്പർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ സിസ്റ്റം എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിൽ നിന്ന് മാറിപ്പോകും. ഇനി മാത്രമല്ല റെഫ്രിജറൻറ്റ് ലീക്കേജ് ആകുന്നതുകൊണ്ട് ആ റെഫ്രിജറൻറ്റ് അത്രയും കൂടെ നമുക്ക് എക്സ്ട്രാ മേടിക്കേണ്ട ചിലവ് വരും. അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി, ആ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം അതിൻ്റെ ആ നോർമൽ കപ്പാസിറ്റിയെ ബാധിക്കും. തുടങ്ങി ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം അല്ലെങ്കിൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം അതിൽ റെഫ്രിജറൻറ്റിന് ലീക്കേജ് ഉണ്ടാകുന്നത് മൂലം. അപ്പോൾ ലീക്കേജ് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് 3 രീതിയിൽ ഡിറ്റക്റ്റ് ചെയ്യാം. സോപ്പ് സൊല്യൂഷൻ മെത്തേഡ്, ഹാലൈഡ് ടോർച്ച് മെത്തേഡ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്ന 3 മെത്തേഡിലൂടെ നമുക്ക് റെഫ്രിജറൻറ്റ് ലീക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡാണ് സോപ്പ് ബബിൾ മെത്തേഡ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം, അതായത് ലീക്കേജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ. ഇപ്പോൾ ഉദാഹരണം, ഒരു പൈപ്പ് സെക്ഷൻ വെൽഡ് ചെയ്തു അല്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്തു. അപ്പോൾ ആ ജോയിൻ ചെയ്ത ആ സെക്ഷനിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്നറിയാൻ ആ ജോയിൻ ചെയ്ത പോർഷനിൽ നമ്മൾ സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്നു. സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബബിൾ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ മനസ്സിലായി അവിടെ ലീക്കേജ് ഉണ്ട് എന്നുള്ളത്. ദ സോപ്പ് സൊല്യൂഷൻ ഈസ് അപ്ലൈഡ് അറ്റ് ദ ജോയിൻസ് ഓർ സസ്പെക്റ്റഡ് പ്ലേസസ് ഓഫ് ലീക്ക്. ദ ലീക്കേജ് ഗ്യാസ് ഫോംസ് ബബിൾസ് ആൻഡ് ദെയർ അപ്പിയറൻസ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ലീക്കേജ്. ഓക്കെ, അപ്പോൾ ബബിൾ ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലായി ലീക്കേജ് ഉണ്ട്. ഇനി ആ ബബിൾ ഫോർമേഷൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ ആശ്രയിച്ച് ആ ലീക്കേജിൻ്റെ നേച്ചർ മനസ്സിലാക്കിയെടുക്കാം. ദെൻ അടുത്ത മെത്തേഡാണ് ഹാലൈഡ് ടോർച്ച് മെത്തേഡ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു ടോർച്ചാണ്. ഉദാഹരണം, നമ്മൾ വെൽഡിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന വെൽഡിങ് ടോർച്ച് എന്ന് പറയും. ഓക്കെ, അസറ്റ്ലീൻ ഗ്യാസ് ബേൺ ചെയ്തുകൊണ്ടുണ്ടാകുന്ന ടോർച്ച്. അതുപോലെ തന്നെ ഇവിടെയും യൂസ് ചെയ്യുന്നത് ഒരു ടോർച്ചാണ്, ഒരു ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോർച്ചാണ്. ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടോർച്ചിലേക്ക് നമുക്ക് എവിടെയാണോ ലീക്കേജ് ഉണ്ട്, നമുക്ക് സംശയം ഉള്ള പോർഷൻസ്, ഉദാഹരണം ഇവിടെ ലീക്കേജ് ഉണ്ടോ, ഒരു ജോയിൻ ചെയ്ത പോർഷനാണ്. അപ്പോൾ വെൽഡ് ചെയ്ത ആ ഒരു പോർഷൻ ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ഹാലൈഡ് ടോർച്ചിൽ ഒരു ട്യൂബ് ഉണ്ടാകും. ആ ട്യൂബ് നമുക്ക് ലീക്കേജ് ഉണ്ടെന്ന് തോന്നിക്കുന്ന ആ പോർഷനിലൂടെ പാസ് ചെയ്യുമ്പം
എന്ത് സംഭവിക്കും? എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ റെഫ്രിജറൻറ്റ് ഈ ട്യൂബിൽ കൂടെ കയറി നമ്മൾ ഫ്ലെയിം ഉള്ള പോർഷനിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഈ ഫ്ലെയിമിലേക്ക് ഈ റെഫ്രിജറൻറ്റിൻ്റെ അംശം എന്തെങ്കിലും വന്നു ചേർന്നാൽ ഫ്ലെയിമിൻ്റെ കളറ് മാറും. അങ്ങനെ ഫ്ലെയിമിൻ്റെ കളറ് മാറുന്നതിലൂടെ നമുക്ക് ലീക്കേജ് ഉണ്ട് എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. ദ ഹാലൈഡ് ലീക്ക് ഡിറ്റക്ടർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ചേഞ്ച് ഓഫ് കളർ ഓഫ് എ ഫ്ലെയിം ഇൻ ദ പ്രസൻസ് ഓഫ് ദ റെഫ്രിജറൻസ്. പേര് പോലെ തന്നെ ഇൻ കേസ് എവിടെയെങ്കിലും ഒരു ലീക്കേജ് ഉണ്ട് എങ്കിൽ ആ ലീക്കേജ് മൂലം ഈ ഹാലൈഡ് ടോർച്ചിലുണ്ടാകുന്ന ഫ്ലെയിം, ആ ഫ്ലെയിമിൻ്റെ കളറ് മാറുന്നു. അപ്പോൾ കളറ് മാറുന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലായി അവിടെ ലീക്കേജ് ഉണ്ട് എന്ന്. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. വെൻ എ ഫ്ലൂറോകാർബൺ ബേസ്ഡ് റെഫ്രിജറൻറ്റ് സച്ച് എസ് R12 ഓർ R22 ഈ സക്ഡ് ത്രൂ എ സാമ്പിളിംഗ് ട്യൂബ്, അതായത് ഈ ഹാലൈഡ് ടോർച്ചിൽ ഒരു ട്യൂബ് ഉണ്ടാകും. ഇപ്പോൾ എവിടെയാണോ ലീക്കേജ് ഉള്ളത് ആ ലീക്കേജ് ഉള്ള പോർഷനിലേക്ക് നമ്മൾ ഈ ട്യൂബ് വെക്കും. ഈ ട്യൂബിലൂടെയാണ് റെഫ്രിജറൻറ്റ്, ഇൻ കേസ് ലീക്കേജ് ഉണ്ടെങ്കിൽ ആ ലീക്കാവുന്ന റെഫ്രിജറൻറ്റ് ഈ ട്യൂബിൽ കൂടെ കയറിയാണ് എവിടെയാണോ ഫ്ലെയിം ഉണ്ടാകുന്ന ആ ടോർച്ചിൽ ആ ഫ്ലെയിം ഉള്ള പോർഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇൻ കേസ് ലീക്കേജ് ഉണ്ടെങ്കിൽ ആ ട്യൂബിൽ കൂടെ കയറുന്നു. ആൻഡ് പാസ്ഡ് ഓവർ എ സർഫസ് ഹൂസ് സർഫസ് ടെമ്പറേച്ചർ ഈസ് ഹൈ അറൗണ്ട് 500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ഒരു ഗ്യാസ് 500 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു സർഫസിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റെഫ്രിജറൻറ്റ് ബ്രേക്ക് ആവുന്നു. Then the refrigerant vapor breaks down and form a foul smelling gas known as FOSG, COCl2. അപ്പോൾ ഈ എവിടെയാണോ ലീക്ക് ഉണ്ടാകുന്നത് ആ ലീക്ക് ഉണ്ടാകുന്ന ഗ്യാസിനെ നമ്മൾ ഒരു 500 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ടെമ്പറേച്ചറുള്ള ഒരു സർഫസിലൂടെ കടത്തി വിടുമ്പോൾ അത് ബ്രേക്കായി ഫോസ്ജീൻ എന്ന് പറയുന്ന ഒന്നായി മാറുന്നു. COCl2 ആണ് അതിൻ്റെ കെമിക്കൽ നെയിം. ദെൻ ഈ ഫോസ്ജീനെ നമ്മൾ വീണ്ടും പാസ് ചെയ്യുന്നു. When this gas is passed over a glowing copper heated by the flame of the torch itself, it forms copper chloride which changes the color of the flame from pale blue to bright green. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫോസ്ജീനെ നമ്മൾ അടുത്തതൊരു കോപ്പർ സർഫസിൽ കൂടെ കടത്തി വിടുന്നു. അപ്പോൾ ഈ കോപ്പർ സർഫസ് ഇരിക്കുന്നത് ഒരു ഫ്ലെയിമിലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പർ ഓൾറെഡി ചൂടായിട്ടിരിക്കുക. അപ്പോൾ ഈ കോപ്പറിലൂടെ കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ COCl2 എന്ന ഫോസ്ജീന് കോപ്പർ ക്ലോറൈഡ് ആയിട്ട് അതിനകത്തുള്ള ക്ലോറിനും കോപ്പറും കൂടെ റിയാക്ട് ചെയ്ത് കോപ്പർ ക്ലോറൈഡ് ഉണ്ടാകുന്നു. അങ്ങനെ കോപ്പർ ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഫ്ലെയിം, അതായത് നേരത്തെ കത്തിക്കൊണ്ടിരുന്ന ആ ഫ്ലെയിമിൻ്റെ കളറ് ഗ്രീനായിട്ട് ചേഞ്ച് ചെയ്യും. അതായത് റെഫ്രിജറൻറ്റ് ലീക്കേജ് ഉണ്ടെങ്കിലാണ് ഈ ഫ്ലെയിം എന്ന് പറയുന്നത് ഗ്രീൻ ആകുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് ആ സാമ്പിളിംഗ് ട്യൂബ് അല്ലെങ്കിൽ ആ ഹോസ്, ഇപ്പം ഹാലൈഡ് ടോർച്ചിൻ്റെ ആ ഒരു ഹോസ് എവിടെയൊക്കെയാണോ ലീക്കേജ് ഉണ്ടാകാൻ സാധ്യതയുള്ള ആ പോർഷൻ എല്ലാം കൊണ്ട് വെക്കുന്നു. അപ്പോൾ ഫ്ലെയിമിൻ്റെ കളർ ഗ്രീൻ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഗ്രീൻ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ലീക്കേജ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഹാലൈഡ് ടോർച്ച് എന്ന ലീക്ക് ഡിറ്റക്ഷൻ മെത്തേഡ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഹാലൈഡ് അല്ലെങ്കിൽ ഫ്രിയോൺ ഗ്രൂപ്പ് ഓഫ് റെഫ്രിജറൻസിനാണ്. അതായത് R11, R12 തുടങ്ങിയ റെഫ്രിജറൻസിനാണ്. ദെൻ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് വിത്ത് ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസ്. കാരണം നമ്മളിവിടെ കത്താൻ ഉപയോഗിക്കുന്നത്, ഈ ഹാലൈഡ് ടോർച്ച് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മേ ബി ഒരു ഹൈഡ്രോ കാർബൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻറ്റ് ലീക്കേജ് ഡിറ്റക്റ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഇതാ കാണുന്നതാണ് ഹാലൈഡ് ടോർച്ച്. ഇതാണ് ഹോസ്. അപ്പോൾ ഈ ഹോസാണ് നമുക്ക് എവിടെയാണോ ലീക്കേജ് ഉള്ളത് ആ പോർഷനിൽ കൊണ്ടുവെക്കുന്നത്. ഈ ഹോസിലൂടെയാണ് നമുക്ക് ലീക്കേജ് ആകുന്ന റെഫ്രിജറൻറ്റ് കയറി ടോർച്ചിൻ്റെ അങ്ങോട്ട് എത്തുക. അപ്പോൾ ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന കത്താൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫ്ലെയിം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാതകം. ദെൻ അടുത്താണ് ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടർ. അപ്പോൾ ആദ്യം ഇതിൻ്റെ എന്താണ് ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ, ഈ ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടറിൽ ഒരു കാഥോഡും ഉണ്ടാകും ആനോഡും ഉണ്ടാകും. അതിനിടയ്ക്ക് നമ്മളൊരു വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ റെഫ്രിജറൻ്റ് ഒന്നും ഇല്ലാത്തൊരു കേസിൽ, അതായത് എയർ ഉണ്ട്, ആ എയറിനകത്ത് റെഫ്രിജറൻ്റ് ഒന്നും ഇല്ലാത്തൊരു കേസിൽ ആ ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടറിന് ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് ഉണ്ടാകും. കാരണം ആനോഡുണ്ട് കാഥോഡുണ്ട്. അതിനിടയ്ക്കൂടെ അതിനിടയ്ക്കുള്ള എയർ അത് ചിലത് അയണൈസ്ഡ് ഫോമിലേക്ക് മാറും. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കും.
ഇനി ഇൻ കേസ് ഒരു റെഫ്രിജറൻറ്റ് ലീക്കാകുന്ന ഒരു പോർഷനിലേക്ക് നമ്മൾ ഈ ആനോഡും കാഥോഡും കൂടെ കൊണ്ട് വെക്കുക എന്ന് കരുതിക്കൂ. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? ആനോഡും കാഥോഡിനും ഇടയ്ക്ക് വരുന്ന റെഫ്രിജറൻറ്റ് അത് അയണൈസ്ഡ് ആകും. അങ്ങനെ അയണൈസ്ഡ് ആകുമ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ഔട്ട്പുട്ടിനുണ്ടാകുന്ന ഈ ഒരു ചേഞ്ച് വെച്ചുകൊണ്ട് ആ ഒരു റെഫ്രിജറൻറ്റ് ലീക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ അതാണ് പറയുന്നത്, ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടർ ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് വെൻ ഹാലജൻ വേപ്പർ ഈസ് ഹീറ്റഡ് പോസിറ്റീവ് അയൺ കോൺസെൻട്രേഷൻ ഈസ് ഇൻക്രീസ്ഡ് and this increase is suitably magnified to an audible or visual signal. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടർ ഏതെങ്കിലും ജോയിൻറ്റിൽ കൊണ്ടുവെക്കുന്നു. അതായത് ആനോഡും കാഥോഡും അടങ്ങിയ ആ സെക്ഷനാണ്. അത് നമ്മൾ ഏതെങ്കിലും ജോയിൻറ്റിൽ കൊണ്ടുവെക്കുമ്പം ബീപ്പ് ബീപ്പ് എന്നുള്ള ഒരു ഒഡിബിൾ സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ലീക്കേജ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്ക് ലീക്കേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട്. ഇനി അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ദ യൂണിറ്റ് എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് ഓപ്പോസിറ്റ്ലി ചാർജ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഇപ്പോൾ ഈ ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടറിൽ രണ്ട്, ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്. അത് രണ്ടും പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആണ്. അണ്ടർ നോർമൽ ഓർ ക്ലീൻ എയർ കണ്ടീഷൻസ് പോസിറ്റീവ് അയൺ കറണ്ട് ഫ്ലോ അണ്ടർ എ വോൾട്ടേജ് ഓഫ് 240 വോൾട്ട് ബിറ്റ്വീൻ ദ ആനോഡ് ആൻഡ് കാഥോഡ്. ഇപ്പോൾ നോർമൽ കണ്ടീഷനിൽ ആനോഡിനും കാഥോഡിനും ഇടയ്ക്ക് ഒരു അയോൺ ഫ്ലോ ഉണ്ട്. അതുമൂലം ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് 0 എന്നാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ റെഫ്രിജറൻറ്റ് ലീക്കേജ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു നോർമൽ കണ്ടീഷൻ എന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നോർമൽ കണ്ടീഷൻ ആകുമ്പോൾ അലാറം അടിക്കത്തില്ല, ബീപ്പ് ബീപ്പ് എന്ന ശബ്ദം കേൾക്കത്തില്ല. However, when a sample containing halogens is drawn into the probe, an immediate increase in positive ions results and this is magnified by the electrical circuit. അപ്പോൾ നമ്മൾ ഈ ആനോഡും കാഥോഡും ഇറങ്ങിയ ഈ ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടറിനെ എവിടെയെങ്കിലും റെഫ്രിജറൻറ്റ് ലീക്കേജ്, അതായത് ഹാലജനേറ്റഡ് റെഫ്രിജറൻസ് ലീക്കേജ് ആകുന്ന ഏതെങ്കിലും പോർഷനിൽ കൊണ്ടുവെക്കുക എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? റെഫ്രിജറൻറ്റ് ആ എയറിനകത്തുണ്ട്. അപ്പോൾ റെഫ്രിജറൻറ്റ് എന്തായി മാറും? അയണൈസേഷൻ സംഭവിക്കുന്നു. അതുമൂലം എന്ത് സംഭവിക്കുന്നു? ഔട്ട്പുട്ടിന് ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. ഔട്ട്പുട്ട് വ്യത്യാസം ഉണ്ടാകുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടർ ഒരു അലാറം തരുന്നു, ബീപ്പ് ബീപ്പ് എന്ന രീതിയിൽ ഒരു അലാറം തരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ലീക്കേജ് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടർ. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് എവിടെയാണോ ലീക്കേജ് ഉണ്ട് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ജോയിൻറ്റുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻ കേസ് സ്മെല്ലുകൾ വരാം. അപ്പോൾ അത്തരത്തിൽ ഉള്ള പോർഷൻസിലൊക്കെ നമുക്ക് റൂട്ടീനായിട്ട് ചെക്ക് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. വെൻ എ ഹാലജനേറ്റഡ് റെഫ്രിജറൻറ്റ് വേപ്പർ കംസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ദ കറണ്ട് ഫ്ലോ വേരീസ് ഡ്യൂ ടു അയണൈസേഷൻ ഓഫ് ദ ലീക്കിംഗ് റെഫ്രിജറൻറ്റ്. നേരത്തെ പറഞ്ഞാൽ ഈ ആനോഡിനും കാഥോഡിനും ഇടയ്ക്ക് റെഫ്രിജറൻറ്റ് വേപ്പർ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ലീക്കേജ് ഉള്ള പോർഷനിലെ റെഫ്രിജറൻറ്റ് വേപ്പർ ഉണ്ടാകും. അപ്പോൾ ലീക്കേജ് ഉള്ള പോർഷനിൽ നമ്മൾ കൊണ്ട് ഈ ആനോഡ് കാഥോഡ് അസംബ്ലി കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇത് സംഭവിക്കും, അയണൈസേഷൻ ഉണ്ടാകും. റെഫ്രിജറൻറ്റ് വേപ്പറിന് അയണൈസേഷൻ ഉണ്ടാകുന്നു. ദെൻ ഔട്ട്പുട്ട്, ആ ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ലീക്കേജ് ഉണ്ട് എന്ന രീതിയിൽ നമുക്ക് അലാറം കിട്ടുന്നു. Then this sends a signal which is amplified and displayed on a screen with or without audible warning. ചിലപ്പോൾ അത് സ്ക്രീനിലായിട്ട് ഡിസ്പ്ലേയിൽ കാണിക്കാം, അതല്ല ഒരു വാണിംഗ് അലാറം എന്ന രീതിയിൽ സൗണ്ടായിട്ട് വരാം. Exact location of the leak can be determined as the strength of the signal increases as the probe is moved towards leak. അപ്പോൾ നമുക്ക് ഒരു ലീക്ക് ഉള്ള പോർഷൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മൾ അതിലൂടെ ആ പ്രോബ്, ആ ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടറിൻ്റെ പ്രോബ് മൂവ് ചെയ്യുമ്പോൾ എവിടെയാണോ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് അലാറം സൗണ്ട് കേൾക്കുന്നത്, അപ്പോൾ അവിടെയായിരിക്കും ആ ലീക്കേജ് കൂടുതലും സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാകും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, അതായത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലേക്കൊക്കെ അല്ലെങ്കിൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിലേക്കൊക്കെ നമ്മൾ റെഫ്രിജറൻറ്റ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക.
അപ്പം നമ്മൾ പഠിക്കാനുള്ളത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് റെഫ്രിജറൻറ്റ് ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ചാർജിങ് ദ റെഫ്രിജറൻറ്റ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.